നമസ്കാരം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തൃപ്രയാറിൽ തുടക്കമാകും. ചൊവ്വാഴ്ച രാവിലെ 10-ന് കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച വൈകിട്ട് 4:30-ന് തൃപ്രയാർ സെന്ററിൽ സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. കമ്മ്യൂണിസ്റ്റുകാരുടെ സാഹിത്യം വെട്ടാനും കൊല്ലാനുമുള്ളതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുൻ MP TN പ്രതാപന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഗുരുവായൂരിൽ KC വേണുഗോപാൽ നിർവഹിച്ചു. ചൂണ്ടൽ പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന് അഴകാകും. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തൃപ്രയാറിൽ തുടക്കമാകും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ 10-ന് തൃപ്രയാർ കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കും. 220ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വൈകിട്ട് 4:30-ന് തൃപ്രയാർ സെന്ററിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് 5-ന് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൌണ്ടിൽ പൊതുസമ്മേളനവും നടക്കും. കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. മണലൂർ MLA മുരളി പെരുന്നെല്ലി മുഖ്യാതിഥിയാകും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് ചാണ്ടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ K ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം, തിരൂരിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, ട്രഷറർ CG ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ K ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. 10-11 തീയതികളിൽ ഫെബ്രുവരി 10-11 തീയതികൾ നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം 27-28 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നമ്മൾ ആ സമ്മേളനം നടക്കുകയും ചെയ്യും. അവിടെ തൃപ്രയാർ സെന്ററിൽ നമ്മളൊരു സാംസ്കാരിക ഘോഷയാത്ര നടത്തും. ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ പൊതുസമ്മേളനം നടത്തുക. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം പൊതുസമ്മേളനം നടത്തും. കോൺഗ്രസുകാർക്ക് എഴുത്തും വായനയുമില്ലെന്നും അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഉള്ളൂ എന്നുമാണ് പൊതുധാരണയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കമ്മ്യൂണിസ്റ്റുകാരുടെ സാഹിത്യം വെട്ടാനും കൊല്ലാനുമുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂരിൽ മുൻ MP TN പ്രതാപന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു KC വേണുഗോപാൽ. പൊതുപ്രവർത്തന രംഗത്തെ സത്യസന്ധനായ മനുഷ്യനാണ് TN പ്രതാപൻ. ബിരുദാനന്തര ബിരുദങ്ങളുടെ വിശേഷണങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. ജീവിതത്തിന്റെ പൊള്ളുന്ന അനുഭവങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പ്രതാപൻ ചേർത്ത് നിർത്തുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു. പ്രതാപനെക്കുറിച്ച് Dr. NS അബ്ദുള്ള ഹമീദ് എഴുതിയ ഇങ്ങനെയൊരാൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. സംവിധായകൻ ഷിയാസ് പുസ്തകം ഏറ്റുവാങ്ങി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. Dr. NS അബ്ദുൾ ഹമീദ്, നേതാക്കളായ TV ചന്ദ്രമോഹൻ, MP വിൻസൻ, O അബ്ദുറഹ്മാൻ കുട്ടി, ജോസഫ് ചാലിശ്ശേരി, TS അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകം ഒരു കമ്മ്യൂണിസ്റ്റുകാരും വായിക്കാറില്ല. അവനാകെ വായിക്കുന്നത് ആളെ വെട്ടിക്കൊല്ലാനുള്ള സാഹിത്യമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരും കുറ്റപ്പെടുത്താനൊന്നുമില്ല. പ്രതാപൻ, ഞാൻ പറഞ്ഞു, പ്രതാപൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും അങ്ങനെ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത നിലകളിൽ പഠിക്കാനുള്ള അവസരം ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് വീടിൻ്റെ ചുറ്റുപാടുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ആ പരിമിതികളെ മറന്നു കിടക്കാൻ തക്കവണ്ണമുള്ള
മലയാള ഭാഷയെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഗൃഹപാഠം പ്രതാപം കുറേ കാലം നടത്തിയിട്ട് അതിൻ്റെ ഫലം കൂടിയാണ് ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് പുറത്തു വരുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് ഈ പൊതുപ്രവർത്തനത്തെക്കുറിച്ച് ഓർത്ത് നന്നായിട്ട് അഭിമാനിക്കാമെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ചൂണ്ടൽ പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കമായി. പൂരത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശികം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, ഉഷപൂജ, നടക്കൽപ്പറ, ഉച്ചപൂജ എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് പുതുശ്ശേരി കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തട്ടകത്തെ 17 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ നാട്ടിടവഴികളിലൂടെ പ്രദക്ഷിണം നടത്തി ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാണ്ടിമേളത്തിൽ കുമ്പളങ്ങാട് രാമചന്ദ്രൻ പ്രമാണിത്വം വഹിക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ, ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, അമ്പാടി ബാലൻ, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ ഉൾപ്പെടെ 35ഓളം ഗജവീരന്മാരാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്നത്. പാരമ്പര്യവേലകളും തെയ്യാഘോഷങ്ങളും പൂരാഘോഷത്തിന് മാറ്റേകി ക്ഷേത്രാങ്കണത്തിലെത്തും. കടപ്പുറം മാട്ടുമ്മലിൽ സ്റ്റോർ കൂടി അനുവദിക്കുമെന്ന് NK അക്ബർ MLA. മാട് നിവാസികളുടെ ദീർഘകാല ആവശ്യങ്ങളിൽ ഒന്നായിരുന്ന മാട്ടുമ്മൽ കാരേക്കടവിൽ പൊതുവിതരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. അപേക്ഷകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് തന്നെ സ്റ്റോർ കൂടി അനുവദിക്കുമെന്ന് MLA പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസർ TJ ആശ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് മെമ്പർമാരായ ഷെജീറ ഷാഹിർ, MS പ്രകാശൻ, റാഹില വഹാബ്, AK മുനിർ, താലൂക്ക് സപ്ലൈ ഓഫീസർ TC ജലജകുമാരി, KV അഷ്റഫ്, KD വീരമണി, നാസർ ബ്ലാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം CCTVയിൽ നിന്നും വിരമിക്കുന്ന ജനറൽ മാനേജർ സിൻഡോ ജോസിന് യാത്രയയപ്പ് നൽകി. CCTV ടവറിൽ നടന്ന ചടങ്ങ് മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KR അനന്തരാമൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഷാജി വി ജോസ്, NV അബ്ദുസമദ്, പോൾ ജേക്കബ്, KC ജോസ്, സ്റ്റാഫ് പ്രതിനിധികളായ PS ടോണി, പുനിത, രമ്യ, രജീഷ്, ഡൈസൺ എന്നിവർ സംസാരിച്ചു. സിൻഡോ ജോസ് മറുപടി പ്രസംഗം നടത്തി. ഡയറക്ടർമാരായ KM എഡ്വിൻ, CS സുരേഷ്, CI വിജു എന്നിവരും മറ്റ് ജീവനക്കാരും പങ്കെടുത്തു. CCTVയുടെ ഉപഹാരം MDയും ചെയർമാനും ചേർന്ന് സമ്മാനിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പന്നിത്തടം മാത്തൂർ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി സമർപ്പണം നടത്തി. ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ ക്ഷേത്ര പ്രദക്ഷിണ വഴി സമർപ്പിച്ചു. തിരുവില്ലാമല അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ക്ഷേത്ര മേൽശാന്തി സുധീഷ് സൂര്യമംഗലം, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. പൂർണ്ണമായി ഭക്തജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചാണ് ക്ഷേത്ര ഉപദേശക സമിതി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ഫെബ്രുവരി 15-ന് മഹാശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും അന്നദാനവും ഉണ്ടാകും. തുടർന്ന് ഗാനമേളയും നടക്കും. കുന്നംകുളം ബദനി സെന്റ് മേരീസ് നഴ്സറി സ്കൂൾ വാർഷികാഘോഷം മരിയൻഗാല കുരുന്നുകളുടെ വിസ്മയ പ്രകടനങ്ങളാൽ ശ്രദ്ധേയമായി. ബദനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ബദനി സെന്റ് മേരീസ് നഴ്സറി സ്കൂളിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷം മരിയൻഗാല എന്ന പേരിൽ ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. കുരുന്നുകളുടെ കലാവിരുന്നും പ്രമുഖരുടെ സാന്നിധ്യവും കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി. പ്രശസ്ത സംരംഭകൻ ഡെന്നി VK, അദ്ദേഹത്തിന്റെ പത്നി ബ്രിജിനി ഡെന്നി എന്നിവർ ചേർന്ന് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. ബദനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, ബദനി കോളേജ് പ്രിൻസിപ്പൽ Dr. CL ജോഷി, ബദനി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് എന്നിവർ സംസാരിച്ചു. കുമാരി ഇവാന C അനീഷ് സ്വാഗതവും കുമാരി അഭിഷ C സജോയ് നന്ദിയും പറഞ്ഞു. ശേഷം നടന്ന നഴ്സറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കാണികളുടെ മനം കവർന്നു. വർണ്ണാഭവും വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന കലാപ്രകടനങ്ങളാണ് നടന്നത്.
പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിന്റെ ചതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. പഴുന്നാന പുലിക്കോട്ടിൽ സണ്ണിക്ക് നിർമ്മിച്ചു നൽകിയ കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ നിർവഹിച്ചു. ഇടവക ദേവാലയത്തിൽ രാവിലെ ദിവ്യബലിക്ക് ശേഷം നടന്ന വെഞ്ചിരിപ്പ് ശുശ്രൂഷയിൽ വികാരി ഫാദർ ആന്റോ ലൂക്കാരൻ, ജനറൽ കൺവീനർ ജോർജ് തെക്കേക്കര, കൈക്കാരന്മാരായ പോൾസൺ ചിരിയങ്കണ്ടത്ത്, വിൽസൺ പുലിക്കോട്ടിൽ, ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ, മരിയ റിജീന കോൺവെന്റിലെ സിസ്റ്റേഴ്സ് എന്നിവർ സംബന്ധിച്ചു. കടപ്പുറം പഞ്ചായത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴയും സിപിഎം പ്രവർത്തകൻ കോഴിക്കുളങ്ങര കെ.എസ്. അനൂപും ബിജെപി അംഗത്വം സ്വീകരിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിനെ തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസ് അംഗത്വവും നളിനാക്ഷൻ രാജിവെച്ചിരുന്നു. കെ.എസ്. അനൂപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കുളങ്ങര വാർഡിൽ നിന്ന് പാർട്ടിക്ക് റിബലായി മത്സരിച്ചിരുന്നു. ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരിൽ നിന്നാണ് ഇരുവരും അംഗത്വം സ്വീകരിച്ചത്. വേൾഡ് കരാട്ടെ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രീമിയർ ലീഗ് 1-ൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ നേടി വടക്കേക്കാട് നായരങ്ങാട് സ്വദേശിനി കെ.പി. മിതാലി. യുഎയിലെ ഫുജറയിൽ ഫെബ്രുവരി 12 മുതൽ 15 വരെ നടക്കുന്ന മത്സരത്തിൽ കത്ത വിഭാഗത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഏകതാരമായി മിതാലി ഗൾഫിലേക്ക് പോകുന്നത്. കരാത്തെ ജീവിതത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും 1-ാം സ്ഥാനം നേടിയാണ് ഇപ്പോൾ അപൂർവ നേട്ടം മിതാലി കൈവരിച്ചിരിക്കുന്നത്. 3 വയസ്സു മുതൽ കരാത്തെ അഭ്യസിച്ചു വരുന്ന മിതാലി കിനോജിറു ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർഷൽ ആർട്സിൽ സെൻസേ സുനിലിന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത്. കേരള ഗവൺമെന്റിന്റെ കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള സംസ്ഥാന തല ചാമ്പ്യൻഷിപ്പുകളിൽ 2 വർഷമായിട്ട് ആൾ ഗോൾഡ് മെഡലിസ്റ്റാണ് കത്ത വിഭാഗത്തിൽ. ഈ പ്രായത്തിൽ ഇത്തരത്തിലൊരു അവസരം വേൾഡ് കരാട്ടെ ഫെഡറേഷന് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം മിതാലിക്ക് ലഭിച്ചു. വളരെയധികം നമുക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അത്തരത്തിലുള്ള മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു കരാത്തെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഭാഗ്യമാണ്. കഴിഞ്ഞ 2 വർഷമായി സ്പോർട്സ് കൗൺസിൽ അംഗീകൃത സംസ്ഥാനതല മത്സരങ്ങളിൽ തുടർച്ചയായി 1-ാം സ്ഥാനം സ്വന്തമാക്കി മിതാലി കേരള കരാത്തെ രംഗത്തെ ശ്രദ്ധേയമായ യുവതാരമാണ്. നായരങ്ങാടി സ്വദേശികളായ പ്രബീഷ്, ധന്യ ദമ്പതികളുടെ മകളായ മിതാലി ഹോളിക്രോസ് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പേര് മിതാലി എന്നാണ്. ഞാനൊരു 3 വയസ്സ് തൊട്ട് കരാത്തെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സെൻസൈഡ് അവിടെയാണ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ WKF വേൾഡ് കരാത്തെ ഫെഡറേഷൻ്റെ ടൂർണമെൻറ്റിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഫുജേരയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കുന്നംകുളത്ത് ഒരു 1.5 കൊല്ലമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ പ്രൈസ് അടിക്കാൻ പറ്റുമെന്നാണ് ആഗ്രഹം. പഠനത്തിനൊപ്പം തന്നെ കൃത്യമായ പരിശീലനത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കടവല്ലൂർ കല്ലുംപുറം കിനോജിറിയു ഇന്ത്യ മാർഷൽ ആർട്സ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മിതാലിക്ക് യാത്രയപ്പും നൽകി. അവളെ പങ്കെടുത്ത എല്ലാ ചാമ്പ്യൻഷിപ്പുകൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്ന സ്വപ്നതുല്യമായിട്ടുള്ള ഒരു മത്സരത്തിലേക്കാണ് പോകുന്നത്. വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ പ്രീമിയർ ലീഗിൽ ഫുജേറയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ട് മിതാലിക്ക്. നമ്മുടെ അക്കാദമിയായ കിനോജിറിയു ഇന്ത്യയുടെ അഭിമാനമായ മിതാലി അവളുടെ പേര് ഉയരങ്ങളിൽ എത്തിക്കുന്ന കുറച്ച് വിശ്വാസത്തോടും എല്ലാ വിജയ. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയുടെ ഭാഗമായി വെള്ളാറ്റഞ്ഞൂർ ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. കൂട്ടുമൂച്ചിക്കൽ ക്ഷേത്ര മേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ അയ്യർ പ്രകാശനം നിർവഹിച്ചു. കൂട്ടുമൂച്ചിക്കൽ ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ദേശകുതിര കമ്മിറ്റി പ്രസിഡന്റ് KM ഭവിൻ, സെക്രട്ടറി PR ഹർഷൻ, ട്രഷറർ ദർദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 23-ാം തീയതി വൈകിട്ട് 6:30 വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കുതിരയെ എഴുന്നള്ളിക്കും. പരക്കാട് തങ്കപ്പൻമാരാർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാവക്കാട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് TK ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മമ്മിയൂർ യൂണിറ്റ് സെക്രട്ടറി സുധ രവീന്ദ്രൻ അനുശോചനവും ഏരിയ സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ റിപ്പോർട്ടും ഏരിയ ട്രഷറർ A സത്യനാരായണൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച AKTA അംഗങ്ങളായ ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ, കൌൺസിലർമാരായ ബിന്ദു അജിത് കുമാർ, ഷീന റാഫേൽ എന്നിവരെ അനുമോദിച്ചു. പാലുവായി യൂണിറ്റ് സെക്രട്ടറി റെജി ലിയോൺ സ്വാഗതവും വിനീത സത്യൻ നന്ദിയും പറഞ്ഞു. ESI വേണമെന്നും പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും കൺവെൻഷൻ പ്രമേയം വഴി ആവശ്യപ്പെട്ടു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വെള്ളറക്കാട് മനപ്പടിയിൽ വർഗീയത വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
സോദരത്വേന എന്ന ശീർഷകത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ അഡ്വക്കേറ്റ് VR അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ നിന്ന് പുറകോട്ടു പോവുകയാണെന്നും കേരളത്തെ വർഗീയമായി വിഭജിക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നതായും അനൂപ് അഭിപ്രായപ്പെട്ടു. ഡോക്ടർ NV ആന്റണി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ PN വിഷയകുമാർ, ഇടം പ്രസിഡന്റ് EK മിനി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അക്ബർ അലി, നാരായണൻ കോടനാട്, പ്രീതി രാജേഷ് എന്നിവർ സംസാരിച്ചു. ജീവി ഒരു മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്ന, വ്യത്യസ്തനാക്കുന്ന ഒന്നെന്ന് പറയുന്നത് അവന്റെ അരുളാണ്, അൻപാണ്, അനുകമ്പയാണ് എന്ന് ഗുരു കുറിച്ചു വെക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ഗുരുവിന്റെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന ആ പ്രത്യയശാസ്ത്ര പരിസരത്തിന്റെ പിന്തുടർച്ചയും പതാകവാഹകരുമാകേണ്ട ആളുകൾ തന്നെ അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ സഹോദര്യം എന്ന് പറയുമ്പോൾ അതിനെ ഗുരു തന്നെ മനുഷ്യത്വം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് യൂണിറ്റ് 34-ാം വാർഷിക സമ്മേളനം മുതുവട്ടൂർ ശിക്ഷക് സദനിൽ നഗരസഭാ ചെയർമാൻ H. അക്ബർ ഉദ്ഘാടനം ചെയ്തു. KSSPU യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K. തങ്ക അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും, സെക്രട്ടറി PK ബീന പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ MG ഹരിദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ, ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. AK സതീരത്നം ടീച്ചർ, NP രാധാകൃഷ്ണൻ, K. ബാലമോൻ, CK പ്രദീപൻ, PK റൂസ്ലി ടീച്ചർ, ബ്ലോക്ക് സെക്രട്ടറി ഇൻചാർജ് KA വാസു, KR ഗോപി, MB പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പോർക്കുളം MKUP സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷനും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KK രതീഷ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ PTA പ്രസിഡന്റുമായ CG രഘുനാഥ്, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിഷ്, സഭാ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു, പോർക്കുളം ഇടവക വികാരിയും മുൻ PTA പ്രസിഡന്റുമായ ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, പൂർവ്വ അധ്യാപകർ, മുൻ PTA MPTA അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകരിൽ ഏറ്റവും മുതിർന്ന അധ്യാപികയായ ശോശാമ ടീച്ചർ മെത്രാപ്പോലീത്തയ്ക്ക് സ്നേഹോപഹാരം നൽകി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് അദ്ദേഹത്തെ പൊന്നാടയണിയിച്ചു. ഗുരുശ്രേഷ്ഠന്മാർക്ക് സ്നേഹോപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി VK രഘുസ്വാമി നിർവഹിച്ചു. തുടർന്ന് മില്ല് സെന്ററിൽ നടന്ന പൊതുയോഗം DCC സെക്രട്ടറി ശോഭ സുഭിൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ജനാർദ്ദനൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി ബിജോയ് ബാബു മുഖ്യാതിഥിയായി. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം സ്പോർട്സ് കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു. കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. OS വാസുദേവൻ, സജീവ് ചാത്തനാത്ത, PB പ്രസാദ്, PT സുരേന്ദ്രൻ, ഹർഷ് പൂവത്തിങ്കൽ, KK മജീദ് മാസ്റ്റർ, ഫർസിൽ എന്നിവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഒരു സംശയവും വേണ്ട, ഇതിൽ ഉൾപ്പെട്ടവർ മുഴുവൻ ജയിലിൽ പോകുന്ന കാഴ്ച പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ആരോ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പോറ്റിയുടെ കയ്യിൽ നിന്ന് ആംബുലൻസിന്റെ താക്കോൽ മേടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ചാരിറ്റി പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഞങ്ങൾ പക്ഷെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങളെങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവസാനത്തെ കണ്ണി നീങ്ങുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തേക്ക് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പ്രിയപ്പെട്ടവരെ വേണ്ട. അങ്ങനെ ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി എളവള്ളിയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി എളവള്ളി പഞ്ചായത്തിലെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. KS പ്രമോദ് ക്യാപ്റ്റനും TS സജു വൈസ് ക്യാപ്റ്റനും ശ്രീബിത ഷാജി മാനേജറുമായ ജാഥ എളവള്ളിയിൽ വെച്ച് AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സമാപന യോഗം ചിറ്റാട്ടുകരയിൽ CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CPIM എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, BKMU മണലൂർ മണ്ഡലം സെക്രട്ടറി TC മോഹനൻ, CPIM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, CPI എളവള്ളി ലോക്കൽ സെക്രട്ടറി CK രമേശ്, PV അശോകൻ, NB ജയ, PK രമേശ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,560 രൂപ, പവന് 1,16,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 300 രൂപ. ചരമം കോട്ടപ്പടി ചുങ്കത്ത് ഔസേപ്പ് വിൻസെന്റ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ബേബി ഭാര്യയാണ്. ദീപ്തി, ദിലീപ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തൃപ്രയാറിൽ തുടക്കമാകും. ചൊവ്വാഴ്ച രാവിലെ 10-ന് കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച വൈകിട്ട് 4:30-ന് തൃപ്രയാർ സെന്ററിൽ സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. കമ്മ്യൂണിസ്റ്റുകാരുടെ സാഹിത്യം വെട്ടാനും കൊല്ലാനുമുള്ളതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുൻ MP TN പ്രതാപന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഗുരുവായൂരിൽ KC വേണുഗോപാൽ നിർവഹിച്ചു. ചൂണ്ടൽ പുതുശ്ശേരി അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചിറയ്ക്കൽ കാളിദാസൻ തുടങ്ങിയ ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അഴകാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.